ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുനലൂർ ഓണം ഫെസ്റ്റ് നടന്നിട്ട് ഇതുവരെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് കരുതി. കയ്യിൽ പിന്നെ ഒരു കേക്കും കൂടെ അല്ലാതെ നമ്മൾ ടൗണിലോട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഓട്ടോ ചേട്ടന്മാരിടുന്ന ഒരു വലിയ അത്തപ്പൂവാട്ടോ, എല്ലാ വർഷവും ഇത് കാണും. തിരുവോണമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സമാധാനത്തിൽ ചെല്ലാന്ന് വിചാരിച്ചപ്പോൾ തിരക്കൊന്നും കാണത്തില്ലെന്ന് കരുതിയത്, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി ഗൈസ്. ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ എന്തായാലും ഇടിച്ച് തള്ളി എന്തായാലും കയറാമെന്ന് വിചാരിച്ചു. എന്നെ പിന്നെ ഇവിടെ അടുത്താക്കിയിട്ട് ഉമ്മച്ചി കേക്ക് ഡെലിവറിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ഫെസ്റ്റിന് കാണുന്ന എന്തൊക്കെയാണ് കളിപ്പാട്ടങ്ങൾ, കുറെ കമ്മല്, മാല, അതൊക്കെയൊക്കെ തന്നെയാണ്. ഒരു സൂചി കൊത്താനുള്ള ഇടം പോലും ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടൊരു വര പോലെ ഉള്ളതുകൊണ്ട് നുഴഞ്ഞെങ്ങനെയും ഒക്കെ കയറി രക്ഷപ്പെടും. പിന്നെ ഇവിടെ കഴിക്കാനായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഹലുവ ഒക്കെ തരും. അപ്പോൾ അതൊക്കെ കഴിച്ച് നടക്കുകയാണ്. മുന്നേക്ക് ഫെസ്റ്റിന് സ്റ്റോളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ 2-3 സാധനങ്ങൾ വാങ്ങാതെ ഇറങ്ങത്തില്ല. ഇപ്പം അങ്ങനെ ഒരു വൈബൊന്നും എനിക്കില്ല കേട്ടോ. അതൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. കളർ വാച്ചുകൾ വാങ്ങുന്നത്, അതുപോലെ തന്നെ ഇതുപോലുള്ള കീ ചെയിൻസിൽ പേരെഴുതിയിട്ട് ബാഗിൽ തൂക്കുന്നത്, അതുപോലെ തന്നെ മോതിരത്തിൽ പേരെഴുതി കയ്യിലിട്ടുകൊണ്ട് നടക്കുന്ന ക്രിഞ്ച് പരിപാടികളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അതിൽ നിന്നൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അത്രയും ഇടിച്ച് തള്ളി ഇറങ്ങി വന്നതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനായിട്ട് ഒരു പാനിപൂരി അകത്താക്കി. അപ്പോൾ റൈഡ്സിലൊക്കെ കയറുന്ന വീഡിയോ അടുത്ത ഷോർട്സ് ആയിട്ട് വരാം. അപ്പോൾ